ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. കാലവും വൃഥാ കളഞ്ഞിടുകയരുത്. കാലത്തെ, സമയത്തെ വെറുതെ പാഴാക്കി കളയരുത്. കാലത്തെ വൃഥാ കളയരുത് എന്ന വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ അർത്ഥഗൗരവം നിറഞ്ഞതാണ്. ദുഷ്ടനിഗ്രഹവും ധർമ്മ സംസ്ഥാപനവും യഥാകാലത്ത് തന്നെ നടക്കേണ്ടതാണ്. അത് സംഭവിക്കുക കാലം എന്ന മാധ്യമത്തിലൂടെയാണ്. മിഥിലാപുരി സീതാദേവിയുടെ പിതാവായ ജനക മഹാരാജാവിന്റെ രാജ്യം. മഹാദേവ ചാപം. മഹാദേവൻ ശ്രീ പരമേശ്വരൻ, ചാപം വില്ല്. ശ്രീ പരമേശ്വരന്റെ വില്ല് ത്രയംബകം. അഹല്യാസ്തുതി കേട്ട് പരമാനന്ദം പ്രാപിച്ച വിശ്വാമിത്ര മഹർഷി വിശ്വനായകനായ ശ്രീരാമചന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു: കുട്ടികളെ, നമുക്ക് ഇനി വേഗം മിഥിലാപുരിയിലേക്ക് പോകാം. സമയം വെറുതെ കളയാൻ പാടില്ല. ജനക മഹാരാജാവ് നടത്തുന്ന യാഗവും മഹാദേവന്റെ വില്ലും കണ്ട ശേഷം വേഗം അയോധ്യയിലേക്ക് തിരിച്ചുപോയി നിങ്ങൾക്ക് പിതാവിനെ കാണാം. രാമലക്ഷ്മണന്മാരോട് ഇപ്രകാരം പറഞ്ഞ ശേഷം മഹർഷിയും കുമാരന്മാരും ഗംഗാനദി കടന്ന് വളരെ പെട്ടെന്ന് തന്നെ മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. കൗശികൻ കുശികന്റെ പുത്രൻ വിശ്വാമിത്രൻ. മുനിവാടം രാജകൊട്ടാരത്തിൽ മഹർഷിമാരുടെ വിശ്രമത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള പൂന്തോട്ടം. സംഭ്രമ സമന്വിതം പരിഭ്രമത്തോടുകൂടി. ആമോദപൂർവം സന്തോഷപൂർവം. നൃപേന്ദ്രൻ രാജശ്രേഷ്ഠൻ, ജനക മഹാരാജാവ്. ജനകൻ എന്നത് മിഥിലാപുരിയിലെ രാജാക്കന്മാരുടെ വംശനാമമാണ്. ഈ കാലഘട്ടത്തിലെ ജനക മഹാരാജാവിന്റെ പേര് ക്ഷീരധ്വജൻ എന്നാണ്. താപസശ്രേഷ്ഠനായ വിശ്വാമിത്ര മഹർഷി മുനിവാടത്തിലേക്ക് പ്രവേശിച്ചു എന്നറിഞ്ഞ ജനക മഹാരാജാവ് മനസ്സിൽ നിറഞ്ഞ പരമാനന്ദത്തോടും ഒപ്പം അല്പം സംഭ്രമത്തോടും കൂടി പൂജാസാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് കുലഗുരുവിനോടൊപ്പം മുനിവാടത്തിലെത്തി. അവിടെ സന്തോഷപൂർവം ഗുരുപൂജ നിർവഹിച്ച് ആചാരമര്യാദകളോടെ നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും ജനക മഹാരാജാവ് കണ്ടു. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. ഭൂപാലേശക നന്ദനന്മാർ രാജശ്രേഷ്ഠനായ ദശരഥന്റെ പുത്രന്മാർ. കന്ദർപ്പൻ കാമദേവൻ. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന കാമദേവനെ പോലും സൗന്ദര്യം കൊണ്ട് തോൽപ്പിക്കുന്ന, കാമദേവനേക്കാൾ സുന്ദരനായ ജഗദേക സുന്ദരന്മാർ, ജഗത്തിലെ ഏറ്റവും സുന്ദരന്മാർ. നരനാരായണന്മാർ. നരനും നാരായണനും മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളായ രണ്ട് മഹർഷിമാർ. നരൻ അർജുനനായും നാരായണൻ ശ്രീകൃഷ്ണനായും ഭൂമിയിൽ അവതരിച്ചു. നരവീരാകാരം. നരവീരന്മാരുടെ ആകാരം, രാജാക്കന്മാരുടെ രൂപം. സൂര്യചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചുയർന്നതുപോലെ ശോഭിക്കുന്ന രാജകുമാരന്മാരെ കണ്ട ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് ഇപ്രകാരം ചോദിച്ചു: കാമദേവൻ പോലും കണ്ടാൽ വന്ദിക്കത്തക്ക വിധം ലോകൈക സുന്ദരന്മാരായ ഈ കുമാരന്മാർ ആരാണെന്ന് പറഞ്ഞു കേൾപ്പിച്ചാലും. നരവീരന്മാരുടെ രൂപം സ്വീകരിച്ച്
ഈ നിൽക്കുന്നത് സാക്ഷാൽ നരനാരായണമൂർത്തികൾ ആണോ? വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുട പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുട യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നോരു നിശാചരി, താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. മമ വാക്യം എന്റെ വാക്കുകൾ. കാടകം ഉൾക്കാട്, നിശാചരി രാക്ഷസി, ആടൽ ദുഃഖം, ശ്രീപാദാംബുജ രജസ്പൃഷ്ടി താമരപ്പൂ പോലുള്ള തൃപ്പാദങ്ങളിലെ പൊടിയുടെ സ്പർശം, സ്പൃഷ്ടി സ്പർശം. പാവന പരിശുദ്ധ, പരമേശ്വരം പരമശിവനെ സംബന്ധിച്ച. പാരമാഗ്രഹം വർദ്ധിച്ച ആഗ്രഹം. ജനക മഹാരാജാവിന്റെ വാക്കുകൾക്ക് മറുപടിയായി വിശ്വാമിത്ര മഹർഷി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, അങ്ങ് എന്റെ വാക്കുകൾ വിശ്വസിച്ചാലും വീരനായ ദശരഥ മഹാരാജാവിന്റെ മൂത്തപുത്രൻ ശ്രീരാമനും മൂന്നാമത്തെ പുത്രൻ ലക്ഷ്മണനും ആണ് ഇവർ. എന്റെ യാഗരക്ഷ നടത്തുന്നതിനു വേണ്ടി ഞാൻ ഇവരെ അയോധ്യയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നതാണ്. വരും വഴി ഉൾക്കാട്ടിലേക്ക് കടന്നപ്പോൾ ഞങ്ങളുടെ നേർക്കുവന്ന താടക എന്ന രാക്ഷസിയെ ഒരൊറ്റ ബാണം എയ്ത് വധിച്ചു. അതോടെ എല്ലാ ഭയവും തീർന്നു. തുടർന്ന് സിദ്ധാശ്രമത്തിലെത്തി. അവിടെ നടന്ന യാഗം വേണ്ട വിധത്തിൽ സംരക്ഷിച്ചു. ശ്രീരാമചന്ദ്രന്റെ പാദപങ്കജത്തിലെ പൂമ്പൊടിയുടെ സ്പർശം കൊണ്ട് അഹല്യയുടെ പാപത്തെ എല്ലാം തീർത്ത് അവളെ പരിശുദ്ധയാക്കി. ഇവർക്ക് ശ്രീ പരമേശ്വരന്റെ ചാപം കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അങ്ങ് അവർക്കത് കാണിച്ചു കൊടുക്കണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുട വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുട സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുട ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ: രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടുകിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കിന്നു നൂനം. സൽക്കാരയോഗ്യന്മാർ, സൽക്കാരത്തിന് അർഹരായവർ. ഉൾക്കൊരുന്ന മനസ്സ്. സജീവൻ മന്ത്രി, മന്ത്രിപ്രവരൻ മന്ത്രിമുഖ്യൻ. രാജീവലോചനൻ താമര ഇതൾ പോലുള്ള കണ്ണുകളോടു കൂടിയവൻ. ദാശരഥി ദശരഥപുത്രൻ ശ്രീരാമൻ. വല്ലഭൻ ഭർത്താവ്. നന്ദന മകൾ. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട ജനക മഹാരാജാവ് അവരെ വേണ്ട വിധത്തിൽ പൂജിച്ചു. സൽക്കാരയോഗ്യന്മാരായ രാജകുമാരന്മാരെ കണ്ടപ്പോൾ ജനക മഹാരാജാവിന്റെ മനസ്സിൽ പ്രീതി വർദ്ധിച്ചു. മന്ത്രിമുഖ്യനെ വിളിച്ച് ശൈവചാപം അവിടേക്ക് കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ജനകന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് മന്ത്രിമുഖ്യൻ പോയ സമയത്ത് അദ്ദേഹം കൗശികനോട് ഇപ്രകാരം പറഞ്ഞു: രാജകുമാരനും ബാലകനും രഘുകുലശ്രേഷ്ഠനും രാജീവലോചനനും സുന്ദരനുമായ ദശരഥ നന്ദനൻ ഈ വില്ല് കുലച്ചു മുറിക്കുകയാണെങ്കിൽ എന്റെ മകൾക്ക് യോഗ്യനായ ഭർത്താവായി തീരും. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹേന്ദ്രനും ഹുങ്കാരത്തൊടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ. എല്ലാം ഈശ്വര നിശ്ചയം എന്നു മാത്രമേ എനിക്കിപ്പോൾ പറയാനാവൂ. ഹുങ്കാരം, ഹും എന്ന ശബ്ദം, വായ്ത്താരി.
ചാപവാഹകന്മാർ, വില്ല് ചുമക്കുന്നവർ, മൃത്യുശാസനൻ, ശ്രീ പരമേശ്വരൻ, ഖണ്ഡാസഹസ്രം, 1000 മണികൾ, വിഭൂഷിതം അലങ്കൃതം, മന്ത്രീന്ദ്രൻ, മന്ത്രിശ്രേഷ്ഠൻ. വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാം ഈശ്വര നിശ്ചയം എന്നു മാത്രമേ എനിക്ക് പറയാനാവൂ. എന്തായാലും വില്ല് ഇങ്ങോട്ട് വരുത്തുക. രാജാവ് വില്ലു കൊണ്ടുവരുവാൻ കിങ്കരന്മാരെ നിയോഗിച്ചു. ചാപവാഹകന്മാരും 5000 കിങ്കരന്മാരും കൂടി പുങ്കാരത്തോടെ ശൈവചാപം എടുത്തുകൊണ്ടുവന്നു. 1000 മണികളെ കൊണ്ട് അലങ്കരിച്ചതും രത്നഖചിതവും പട്ടുവസ്ത്രങ്ങളെ കൊണ്ട് അലങ്കൃതവുമായിരിക്കുന്ന ത്രയ്യംബകം എന്ന വില്ല് കണ്ടാലും എന്ന് മന്ത്രിപ്രവരൻ പറഞ്ഞു. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ചന്ദ്രശേഖരൻ, ശ്രീ പരമേശ്വരൻ. എല്ലാമാം, എല്ലാം ആം, എല്ലാറ്റിനും സാധിക്കും. വില്ലെടുക്കാനും വലിക്കാനും കുലയ്ക്കാനും എല്ലാം. കല്യാണം, മംഗളം, ഐശ്വര്യം. ജിതശ്രമം, ശ്രമത്തെ ജയിച്ച് അനായാസേന. 7 ലോകങ്ങൾ, 14 ലോകങ്ങൾ. പുഷ്പവൃഷ്ടി, പൂക്കളുടെ മഴ. ചന്ദ്രശേഖരന്റെ പള്ളിവില്ല് കണ്ട് ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടെ സമീപത്ത് ചെന്നതിനെ വന്ദിച്ചു. വില്ലെടുക്കാമോ കുലയ്ക്കാമോ വലിക്കാമോ പറയുക എന്ന ശ്രീരാമചന്ദ്രന്റെ വാക്ക് കേട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, എല്ലാം ആകാം, കഴിയുന്നതുപോലെ ചെയ്താലും മടിക്കേണ്ട. ഇതുമൂലം മംഗളം ഭവിക്കുകയും ചെയ്യും. ഇതു കേട്ട രാഘവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് സാവധാനത്തിൽ നടന്നു ചെന്ന് ചാപത്തെ നോക്കിക്കണ്ടു. അനായാസേന ജ്വലിക്കുന്ന തേജസ്സോടെ വേഗത്തിൽ വില്ലെടുത്ത് കുലച്ച് വലിച്ച് മുറിച്ചു. ആ സമയത്ത് 7 ലോകങ്ങളിലും അതിന്റെ ശബ്ദം മാറ്റൊലിക്കൊണ്ടു. ജനങ്ങളെല്ലാം വിസ്മയഭരിതരായി. ദേവന്മാരെല്ലാവരും പാട്ട്, ആട്ടം, കൂത്ത്, പുഷ്പവൃഷ്ടി, വാദ്യഘോഷങ്ങൾ, മംഗളസ്തുതികൾ എന്നിവയോടെ പരമാനന്ദത്തിൽ ആറാടി. അപ്സരസ്ത്രീകൾ അത്യുത്സാഹത്തോടെ വിശ്വേശ്വരനായ ശ്രീരാമചന്ദ്രന്റെ വിവാഹ മഹോത്സവാരംഭാഘോഷം കണ്ട് സന്തോഷിച്ചു. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാന് ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൻ. മാലയും ധരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റം വിളങ്ങിനാൻ. ജഗത്സ്വാമി, ലോകേശ്വരൻ. ജനസംസതി, ജനങ്ങളുടെ സഭയിൽ. ഗാഠാശ്ലേഷം, മുറുകെ പുണരൽ. ഉരകങ്ങൾ, സർപ്പങ്ങൾ. മൈഥിലി, സീത. അർണോജം, താമര. സത്രപം, ലജ്ജയോടെ. പ്രഭ, ലജ്ജ. നേത്രോൽപലമാല, കണ്ണാകുന്ന കരിങ്കൂവളപ്പൂക്കളുടെ മാല. നോട്ടങ്ങളാകുന്ന മാല. വരണാർത്ഥമാല, സ്വയംവരത്തിനുള്ള മാല. നീലോൽപലകാന്തി, കരിങ്കൂവളപ്പൂവിന്റെ ശോഭ.
ജനക മഹാരാജാവ് ആ ജനസഭയിൽ വെച്ച് തന്നെ ജഗത്സ്വാമിയായ ശ്രീരാമചന്ദ്രനെ ഗാഠമായി ആശ്ലേഷിച്ചു. ശൈവചാപം മുറിഞ്ഞപ്പോൾ ഉണ്ടായ ഇടിനാദം പോലുള്ള ശബ്ദം കേട്ട് രാജാക്കന്മാർ പാമ്പുകളെ പോലെ നടുങ്ങി. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടു. വിശ്വാമിത്രന്റെ മനസ്സിലും കൗതുകം ജനിച്ചു. അമ്മമാരും ദാസിമാരും ചേർന്ന് സീതാദേവിയെ അണിയിച്ചൊരുക്കി. സ്വർണഭൂഷണങ്ങളും സ്വർണമാലയും ധരിച്ച് ലജ്ജയോടും വിനീതഭാവത്തോടും കൂടി സാവധാനത്തിൽ ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ എത്തിയിട്ട് ആദ്യം കടാക്ഷങ്ങളാകുന്ന കരിങ്കൂവള പൂമാല അണിയിച്ചു. തുടർന്ന് ശ്രീരാമചന്ദ്രന്റെ കഴുത്തിൽ സീതാദേവി വരണമാല്യം ചാർത്തി. കരിങ്കൂവളപ്പൂവിന്റെ ശോഭയുള്ള ശ്രീരാമൻ ആ മാലയണിഞ്ഞ് വളരെയധികം ശോഭിച്ചു. ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. ഭൂമിനന്ദന ഭൂമിപുത്രി സീത, അനുരൂപൻ യോജിച്ചവൻ, ഭൂമിപാലക ബാലൻ രാജകുമാരൻ, ആനന്ദാംബുതി ആനന്ദസമുദ്രം, അംബുതി സമുദ്രം, ആശി ആശീർവാദം, പത്രം കത്ത്. ഭൂമിപുത്രിയായ സീതാദേവിക്ക് അനുരൂപനായി ശോഭിക്കുന്ന രാജകുമാരനെ കണ്ടവരെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടി. രാജശ്രേഷ്ഠൻ നീണാൾ വാഴട്ടെ എന്ന് അവരെല്ലാം ആശീർവദിച്ചു. ആ സമയത്ത് വിശ്വാമിത്രനെ വന്ദിച്ചുകൊണ്ട് ജനക മഹാരാജാവ് പറഞ്ഞു, ഇനി അല്പം പോലും സമയം പാഴാക്കാതെ പത്രികയും കൊടുത്ത് ദൂതന്മാരെ അയോധ്യാപുരിയിലേക്ക് അയച്ച് ദശരഥ മഹാരാജാവിനെ വരുത്തുക. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. മിഥിലാധിപൻ, മിഥിലയുടെ അധിപതി ജനക മഹാരാജാവ്, നിശേഷ വൃത്താന്തങ്ങൾ, സകല കാര്യങ്ങളും, സാകേതപുരി അയോധ്യാനഗരം, പങ്ക്തിസ്യന്ധനൻ ദശരഥൻ, സ്യന്തനം തേര് രഥം. അനന്തരം വിശ്വാമിത്ര മഹർഷിയും ജനക മഹാരാജാവും ചേർന്ന് ദശരഥ മഹാരാജാവിന് വിശ്വാസം വരുന്ന വിധത്തിൽ സകല വിവരങ്ങളും എഴുതി ദൂതന്മാർ വശം കൊടുത്തയച്ചു. പെട്ടെന്ന് തന്നെ ആ കത്തുമായി ദൂതന്മാർ പുറപ്പെട്ടു. അവിടെ സാകേതപുരിയിൽ എത്തി മഹാരാജാവിനെ കണ്ട് പത്രിക അദ്ദേഹത്തിന് നൽകി. ആ സന്ദേശം വായിച്ച ദശരഥ മഹാരാജാവ് ഇനി സംശയിക്കാനില്ല, വേഗം പുറപ്പെടുക എന്ന കൽപ്പന പുറപ്പെടുവിച്ചു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. അഗ്നിമാൻ, അഗ്നിയോടു കൂടിയവൻ. ഉപനയനം കഴിഞ്ഞ ബ്രാഹ്മണൻ അഗ്നിഹോത്രി. ഉപാധ്യായൻ ആചാര്യൻ, പുരോഹിതൻ. ചതുരംഗവാഹിനി, ചതുരംഗപ്പട, ആന, കുതിര, രഥം, കാലാൾ എന്നിവ അടങ്ങിയ സൈന്യം. വാഹിനി, സൈന്യം. പരമോത്സവയോഗ്യം, വലിയ ഉത്സവത്തിന് യോജിച്ചത്. കുലഗുരുവായ വസിഷ്ഠൻ, അദ്ദേഹത്തിന്റെ പത്നി അരുന്ധതീദേവി, കൗസല്യ തുടങ്ങിയ രാജപത്നിമാർ, ഭരതശത്രുഘ്നന്മാർ എന്നിവർ ചതുരംഗപ്പടയോടും വിവാഹ മഹോത്സവത്തിനു വേണ്ടുന്ന വാദ്യഘോഷങ്ങളോടും കൂടി മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. മിഥിലയിലെത്തിയ ദശരഥ മഹാരാജാവിനെ മിഥിലാധിപനായ ജനകൻ തന്നെ നേരിട്ട് ചെന്ന് സ്വീകരിച്ചു. ശ്രീരാമചന്ദ്രന്റെയും സഹോദരന്മാരുടെയും വിവാഹ മഹോത്സവം അടുത്ത ഭാഗത്ത് തുടരാം. ശ്രീരാമചന്ദ്രായ നമഃ.